ഞാൻ വെളാല് താമസിക്കുന്നത് വെളാല് ഗ്രാമപഞ്ചായത്തിൽ വെളാല് ഓഫീസിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഓമന എന്നാണ് എൻ്റെ പേര്, പള്ളിയിൽ അൽഫോൻസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ സുഖമില്ലാതെ വർഷങ്ങളായിട്ട് പണ്ട് എനിക്ക് കുടലിന് മുഴയായിരുന്നു, അതിന് ചികിത്സയിലായിരുന്നു. കുറേ വർഷങ്ങൾ ചികിത്സിച്ചു പ്രാർത്ഥനയിലൊക്കെ കഴിയുമായിരുന്നു. അത് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു. ഭർത്താവിന് സുഖമില്ലാത്തതിനാൽ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ മരുന്നൊക്കെ 2 പേർക്കും മരുന്നൊക്കെ ആയിരുന്നു. 4 വർഷം മുമ്പ് ചേട്ടൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും വീടും എല്ലാം മേളിലുണ്ടായിരുന്നതൊക്കെ കുറച്ച് പോയി. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വീട് കിട്ടി. അതിനകത്ത് സെറ്റിപ്പോളുകാരെല്ലാം കൂടെ വീടാക്കി തന്നു. അതിനകത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് എനിക്ക് സുഖമില്ലാതായി. മേലെ മജ്ജയ്ക്കുള്ളിൽ വെള്ളം പറ്റുന്ന അസുഖമായിരുന്നു എനിക്ക്. ഞാനങ്ങനെ കുറച്ച് മരുന്നൊക്കെ കഴിച്ചു. ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ നിന്നൊക്കെ മരുന്ന് കഴിച്ചു. ഞാനപ്പോൾ തീർത്ത് കിടപ്പിലായിരുന്നു. എൻ്റെ കൂട്ടുകാരും അയൽക്കാരൊക്കെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു മോനേ ഉള്ളൂ. മോളെ കെട്ടിച്ചു വിട്ടു. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ അസുഖം വന്നിട്ട് എന്നോട് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു ഡോക്ടർ. അഡ്മിറ്റ് ആകാൻ പോകാൻ ഇവന് കൊച്ചു മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ച് വിഷമത്തിലായിരുന്നു. എന്നാലും ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ തീർത്ത് വയ്യാതായി കിടക്കുമ്പം ഞങ്ങളുടെ ഇടവകയിലെ അച്ഛൻ വന്നു പ്രാർത്ഥിച്ചു. കിടന്നിടത്തുനിന്ന് തന്നെ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്. അച്ഛൻ വരുമ്പോൾ നല്ലോണം എനിക്ക് സുഖമില്ലാതെ കിടക്കുക. അച്ഛൻ വന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് പോയി. എല്ലാവരും ചേച്ചിമാരൊക്കെ എന്നെ സഹായിച്ച് ചേച്ചിമാരെല്ലാം പോയി. അപ്പോൾ എനിക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു. അവിടെ നിന്ന് കുറച്ച് കൊന്ത് ചൊല്ലി കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ നിന്ന് എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നി. 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല. 3-ാം പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റ് വാതിൽക്ക് വന്ന് നോക്കുമ്പോൾ ഒരമ്മച്ചി നടുവാതിൽക്ക് തന്നെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അമ്മച്ചീനെ ഞാൻ കുറച്ച് സമയം നോക്കി. അമ്മച്ചി എന്നെ നോക്കി. അമ്മച്ചി എന്നോട് ചോദിച്ചു, മോന് സുഖമില്ലാതെ കിടക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ സുഖമില്ലാതെ കിടക്കുമായിരുന്നു അമ്മച്ചി, ഇപ്പം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പോയതേ ഉള്ളെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അമ്മച്ചി പറഞ്ഞു, കൈക്ക് മേലെല്ലാം നീരുണ്ടല്ലോ, നല്ല എണ്ണയോ കുഴമ്പോ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയി ഞാൻ തരുമാന്ന് പറഞ്ഞു. അപ്പോൾ പണ്ടത്തെ ഒരു കുഴമ്പിൻ്റെ കുറച്ച് ഉള്ളിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ അത് ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് വന്ന് ചെറിയൊരു ഡെപ്പിൽ ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്തുകൊണ്ട് വന്ന് അമ്മച്ചിയുടെ അടുത്ത് അവിടെ കസേരയിട്ട് അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി അവിടെ ഇരുന്നു. ഞാനും അവിടെ ഇരുന്ന് എൻ്റെ കയ്യിൽ അമ്മച്ചി ആ കുഴമ്പ് മേടിച്ചൊരു തുള്ളി എടുത്ത് കയ്യിൽ ശകലം തൂത്തു. അവിടുന്ന് അമ്മച്ചി കുഴമ്പ് എൻ്റെ കയ്യിൽ തന്നു. അപ്പം അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിനാ വന്നേന്ന്. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നേർച്ചയ്ക്ക് വന്നതാ മോളെ എന്ന് പറഞ്ഞു. നേർച്ച എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രൂപത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് ചില്ലറ പൈസയും കയ്യിലെടുത്തു. ആ കുഴമ്പ് എടുത്ത മുറിയിലേക്ക് കൊണ്ടുവെക്കാനും പോയി. തിരിച്ചൊരു മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മച്ചി ആ കസേരയിലില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. അപ്പോൾ അമ്മച്ചി ആ കുഴമ്പ് പുരട്ടി തന്നപ്പോൾ തന്നെ എനിക്ക് ശരിക്കും കുറവായി, നീരൊക്കെ പറ്റാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ അമ്മച്ചീനെ അന്വേഷിച്ച് അടുത്ത വീടുകളിലെല്ലാം പോയി. ഒരിടത്തും അമ്മച്ചിയെ കണ്ടില്ല. പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ചോദിച്ചു, ഇങ്ങനെ നേർച്ചയ്ക്ക് ഒരു അമ്മച്ചി വന്നായിരുന്നു എന്ന്. ആ അമ്മച്ചിയെ ആരും അന്നത്തെ ദിവസമോ അടുത്ത ദിവസങ്ങളിലോ കണ്ടിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് ആ രോഗം ആദ്യം തന്നെ എനിക്ക് ശരിക്കും കുറവായത്. പിറ്റേന്നൊക്കെ എനിക്ക് നല്ലോണം കുറവായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് മാതാവ് തന്നെ വന്നതാ, എന്നാലും ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. എന്നിട്ട് എല്ലാവരുടെയും നിർബന്ധത്തിന് ഞാൻ കോട്ടയത്തേക്ക് പോയി. എൻ്റെ മോളെ കെട്ടിച്ച് അവിടെ കൊച്ചിൻ്റെ കൂട്ടത്തിൽ അവിടെ പോയി നിന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആകാനും പറഞ്ഞില്ല. എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, പണിയെടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, മരുന്ന് അങ്ങനെ മരുന്ന് വേണ്ട, വേദനയുടെ ഗുളിക വേണമെന്നുണ്ടെങ്കിൽ അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ വേദന സഹിക്കാൻ മേലെ മാത്രം ഒരെണ്ണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. കോട്ടയത്തു നിന്ന് ഞാൻ തന്നെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയി. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് പണിയെടുക്കാതെ നിവൃത്തിയില്ല, പണിക്ക് പോകണമായിരുന്നെന്നോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ആത്മധൈര്യമൊക്കെ വന്നെങ്കിൽ പണിയെടുത്ത് വന്നാൽ പള്ളിപ്പറമ്പിൽ പണിയെടുക്കുന്നുണ്ട്, അന്നേരം കത്തി എടുത്തിട്ട് വാ, ഇവിടെ കാട് വെത്തിയതിന് ശേഷം മാത്രം പുറത്ത് പണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വീട്ടിൽ വന്ന് കത്തി എടുത്തുകൊണ്ട് പോയി പള്ളിപ്പറമ്പിലൊന്ന് ഉച്ചവരെ ഞാൻ പണിയെടുത്തു. പിറ്റേ ദിവസം വേദനയുണ്ട്, നീരുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണിക്ക് പോകരുത്, ഡോക്ടർ പറഞ്ഞ പോലെ നിൽക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് കൂടുതലും കൂടെ ശക്തി കൂടിയതല്ലാതെ എനിക്കൊരു വേദനയോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കപിൽമക്കളെ വീട്ടിലൊക്കെ ഞാൻ പണിയെടുക്കുന്നത്. ഞാൻ ആ പണിയെടുക്കുന്നിടത്ത് പോയി തൊട്ടടുത്ത വീട്ടിൽ മായയുടെ വീട്ടിൽ പണിക്ക് പോയി. 2-3 ദിവസം ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 100 റബ്ബറി എത്തുന്നുണ്ട് കപിലക്കാർക്ക്. അതാ എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള പണി. ഞാനത് ചെത്താനും പോയി. 2 ദിവസം ചെത്തി പാലെടുത്ത് തൂക്കി കുറേ താഴേക്ക് വരണം. 2 കയ്യിലും പാലും എടുത്ത് ഞാൻ വന്നു. അതൊക്കെ കുറച്ച് എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്നലെ വരെ പണിക്ക് പോയി. ഇന്ന് പണിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാവിലെ വന്ന് വെളുപ്പിന് എഴുന്നേറ്റിട്ട് രൂപത്തിന് മുമ്പിൽ തിരി കത്തിച്ചപ്പം
അന്ന് തന്നെ അമ്മച്ചി എൻ്റെ കയ്യിൽ തിരിച്ചു തന്നെ ആ കുഴമ്പ് തേച്ചതിൻ്റെ ബാക്കി തുള്ളി ഉണ്ടായിരുന്നത് രൂപത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ ഞാൻ പിന്നെ ആ കുപ്പിയോടെ കൊണ്ടുവച്ചു. പിന്നെ റൂമിൽ വെച്ചിട്ടില്ല. ആ കുപ്പി അവിടെ തന്നെ രൂപത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കാലത്തെ എഴുന്നേറ്റ് രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പം ആ കുഴമ്പിൻ്റെ കുപ്പിക്ക് അതൊന്ന് നിറഞ്ഞ് കവിയുന്നതാണ് ഞാൻ കണ്ടത്. ഞാനും കൊച്ചിനെ പെട്ടെന്ന് വിളിച്ചിരുന്നേപ്പിച്ച് അവനെയും കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും അയൽവക്കത്തുള്ളവരെല്ലാം വിളിച്ചു. അയൽവക്കത്തുള്ളവരെല്ലാം ഇത് കവിഞ്ഞൊഴുകുന്നത് കണ്ടിച്ച് കുറേ സമയം പ്രാർത്ഥിച്ചു. 5 മണി മുതൽ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ രാത്രി ഏകദേശം 9 മണിയാകാറായി. ഇത്രയും സമയം വരെ ഉച്ചവരെ ഈ 3 കുപ്പിയോളം എണ്ണ മാറ്റിക്കൊണ്ടിരുന്നു. വന്നവർ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ആ കുപ്പിയിൽ ഇനി നിറയുവാണെങ്കിൽ 4ാമത്തെ കുപ്പി നിറയുന്നത്. അപ്പോൾ ഉച്ചവരെ ഈ അനുഭവം തുടർന്നുകൊണ്ടിരുന്നു, വെളുപ്പിന് 4:30-5 മണി മുതൽ. അപ്പോൾ അങ്ങനെ ഈ എണ്ണ ആ കുഴമ്പ് തേച്ചിട്ട് എൻ്റെ അസുഖങ്ങളെല്ലാം പോയി. ഇപ്പം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പം ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇപ്പം എല്ലാവരും രാവിലെ മുതൽ കാലത്തെ പോലെ ഞാൻ ഈ നിമിഷം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. എന്നാലും എനിക്ക് ഭക്ഷണം കഴിക്കാത്തതായ ക്ഷീണങ്ങളോ അങ്ങനത്തെ തകർച്ചകളോ ഒന്നുമില്ല. ഇല്ല. ഇതുവരെ ഒരു പ്രശ്നവും എനിക്കില്ല. ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച എല്ലാ ദിവസവും ഞങ്ങൾ കൊന്തയൊല്ലി പ്രാർത്ഥിച്ചാണ് കിടക്കുന്ന 2 പേരും. എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഈ കുഴമ്പ് ഈ ഒരു തുള്ളി അതിലുണ്ടായിരുന്നത് എനിക്ക് ഈ അനുഭവം വന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇവിടെ വന്ന് വണ്ടിയാക്കി വന്നിട്ടൊക്കെ വയ്യാത്തവരൊക്കെ വന്ന് പുരട്ടി. അവർക്കെല്ലാം കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒത്തിരിയേറെ കുറവെല്ലാം ഉണ്ടായെന്ന് അവർ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ എണ്ണ ഒത്തിരി പേര് ഇന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുറേ പേർക്ക് കിട്ടിയിട്ടുള്ളൂ. കുറേ ആൾക്കാർ വന്നായിരുന്നു. വെള്ളരിക്കുണ്ട്, വെളാല അങ്ങനെയുള്ള ഒത്തിരി നാട്ടിൽ നിന്നെല്ലാം വന്നു. ആനമഞ്ഞളിൽ നിന്നൊക്കെ കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടാത്ത സങ്കടമുണ്ട്. അങ്ങനെ കുപ്പി വെച്ചിട്ടുണ്ട്. മാതാവ് അവർക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. ഇത്രയും അനുഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസത്തെ ജീവിതത്തിൽ രോഗമെന്ന് പറയുന്ന കാര്യം എൻ്റെ ശരീരത്തിലെ ഡോക്ടർ സ്ഥിരീകരിച്ചത് അവർ കുഴപ്പമില്ലെന്ന്. ഞാൻ മരുന്ന് കഴിക്കുന്നുമില്ല. വേദനയുടെ ഗുളിക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കഴിക്കുന്നുമില്ല. അമ്മച്ചി വന്ന് ഏത് ദിവസമായിട്ടാണ് വന്നത്? അമ്മച്ചി ശനിയാഴ്ച വന്നേ.